മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും ഒക്കെ കൊണ്ടുവരാനായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനായിട്ട് അവരുടെ 4ാം വാർഷികം വളരെ കെങ്കേമമായിട്ടായിരിക്കാൻ പോവുകയാണ്, ആഘോഷിക്കുകയാണ്. അത് കാസർഗോഡ് മുതൽ അവിടുന്ന് തുടങ്ങുന്ന ഇങ്ങോട്ട് തെക്കോട്ട് പിന്നെ വരികയാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും അതിൻ്റെ ഈ പ്രവർത്തനങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് എല്ലാം വലിയ വലിയ പരിപാടികൾ നടത്താൻ പോവുകയാണ്. അപ്പോൾ അത് വിഷമിപ്പിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞത്, ഇവിടെ കേരളത്തിൻ്റെ ഈ യഥാർത്ഥത്തിൽ ധനസ്ഥിതി, സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമാണ്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒന്നുമില്ല, പണമില്ല, ട്രഷറി വറ്റി വരണ്ടു പോയിരിക്കുന്നു, അതിൽ നിന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു വകുപ്പുകളിലേക്ക് എന്തെങ്കിലും കാശ് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ഒബ്ജക്ഷൻ വരികയാണ് ധനകാര്യ വകുപ്പിൽ നിന്ന്. കാരണം പൈസ ഇല്ല കൊടുക്കാൻ, അത് തന്നെ കാര്യം. കോൺട്രാക്ടർമാർക്ക്, അവർക്ക് ഒരൊറ്റ കരാറുകാർക്കും പൈസ കൊടുക്കുന്നില്ല. ഇനി അവർ ജോലി ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് തുടങ്ങുക. ആശുപത്രികളിൽ മരുന്നില്ല. അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള ആളുകൾ, ആശമാർ, ആ റോഡിൽ കിടക്കുന്ന സഹോദരിമാരെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവർ തെരുവിലാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പ് 2 മാസത്തിലേറെയായിട്ട് അവരവിടെ കിടക്കുകയാണ്. വെയിലും മഴയൊക്കെ കൊണ്ട് അവർ അവിടെ നിരാഹാരം കിടക്കുകയാണ്. തലയൊക്കെ മുട്ടയടിച്ച് കിടക്കുന്നു. അവർക്ക് 232 രൂപയാണ് ഡെയിലി ശമ്പളം കൊടുക്കുന്നത്. അതൊന്ന് ഒരല്പം ഒന്ന് കൂട്ടി കൊടുക്കുന്നതിന് പകരം അതിനകത്ത് ഒരു മുട്ടാപ്പോക്കാണ്. സംസാരിക്കാൻ മനസ്സില്ല. മുഖ്യമന്ത്രി അവർ കാണാൻ പോയി, മുഖ്യമന്ത്രി കാണാൻ കിട്ടത്തില്ല. മുഖ്യമന്ത്രി വലിയ ആളല്ലേ, അദ്ദേഹത്തിന് കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരെ തിരിച്ചയച്ചു. അവർക്ക് പ്രവേശനാനുമതി കിട്ടിയില്ല. കണ്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. കണ്ട് അവരെ ചീത്ത വിളിക്കുന്നല്ലാതെ അവർക്കൊന്നും കൊടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ രീതിയിലാണ് എല്ലാവരും പറഞ്ഞിറക്കി വിടാനൊക്കെ നല്ല കഴിവാണല്ലോ. ഇറങ്ങിപ്പോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള പെരുമാറ്റമാണ്. അപ്പോൾ ഒന്നും കൊടുക്കത്തില്ല, കാണാൻ പോലും തയ്യാറല്ല അവരെ. ഏതായാലും അവരവിടെ കിടക്കുകയാണ്. അവരിനി അവിടെ കിടന്ന് മരിച്ചാലേ ഇത് മാറുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് ഇനി ഇതേപോലെ ബാക്കിയെല്ലാം ആശുപത്രികളിലാണെങ്കിലും മരുന്നില്ല. അതാ കാര്യം. മരുന്നിന് ഒറ്റ ആശുപത്രിയിലും ഇല്ല. അതുപോലെ കാരുണ്യ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി അത് മുടങ്ങിപ്പോയെന്ന് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ബാധ്യതകളുണ്ട്. ഒരുപാട് പേർക്ക് പണം കൊടുക്കാനുണ്ട്. അതൊന്നുമില്ല, ആ പരിപാടികളൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവരുടെ വികസന നേട്ടവും 4ാം വാർഷികവും വരാൻ പോകുന്നത്. ഈ 4ാം വാർഷികത്തിൽ അതിൻ്റെ ചിലവെത്ര എന്നറിയോ? പെട്ടെന്ന് ധനകാര്യ വകുപ്പ് അനുവാദം കൊടുത്തു. 25,93,00,000 രൂപയാണ് അതിന് അനുവദിച്ചേക്കുന്നത്. ഇനി അതിൽ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ 25,93,00,000 രൂപയിൽ 15,63,00,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം ഉള്ള വലിയ ഹോർഡിങ്ങുകൾ ഒരു 500 എണ്ണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ചെലവ്. അത് ഡിസൈൻ ചെയ്യുന്നതിനൊരു 10 ലക്ഷം രൂപ. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത്രയും ഈ ഹോർഡിങ്ങുകൾ വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ ചിരിക്കുന്ന മുഖം എല്ലാവരും കാണണ്ടേ? മുഴുവൻ ആളുകളും കാണണമല്ലോ. അത് കാണുമ്പോൾ എല്ലാവരുടെയും വയറ് നിറയും. അതാണ്, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നേരത്തെ മുമ്പ് ഇതുപോലെ തന്നെ ഒരുപാട് അഴിമതികളല്ലേ നടക്കുന്ന മുഴുവൻ. ആ വയനാട്ടിൽ ആ വെള്ളപ്പൊക്കത്തിൽ വീടില്ലാതായി പോയ പാവങ്ങൾക്ക് അവർ തെരുവിൽ കിടക്കുകയാണ്. അവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് ഊരാളങ്കൽ സൊസൈറ്റി ഒരു കോൺട്രാക്റ്റാണ് കൊടുത്തു കേട്ടോ. ഇപ്പോൾ എല്ലാം ഊരാളങ്കൽ സൊസൈറ്റിയാണ്. ഇവിടെ PWD എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല കേരളത്തിൽ. അതിന് പകരം PWDയുടെ പ്രവൃത്തികളെല്ലാം നോക്കുന്ന ഊരാളങ്കലാണ്. അതേപോലെ ഇവിടെ ധനകാര്യ വകുപ്പിന് യഥാർത്ഥത്തിൽ ധനകാര്യ വകുപ്പും മന്ത്രിക്ക് ജോലിയൊന്നുമില്ല. അത് നോക്കുന്നത് കിഫ്ബിയുടെ ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടിരുത്തിയേക്കുന്ന ഒരാളുണ്ടല്ലോ. ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ അഴിമതി കേസിനകത്ത് പിടിച്ച് അന്വേഷണം പറഞ്ഞ് CBI അന്വേഷണം നേരിടാൻ പോകുന്ന അദ്ദേഹത്തിന് കൊടുക്കുന്ന ശമ്പളം എത്ര എന്നറിയോ? 2 വകുപ്പിലായിട്ട്. നമ്മുടെ ഈ ചീഫ് മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കേട്ടോ. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്. 2 ചീഫ് വരും. ഒന്ന് പ്രിൻസിപ്പലിനും ചീഫ് എന്ന അർത്ഥമുണ്ട്,
അതുപോലെ ചീഫിനും ഉണ്ട് 2, അപ്പോൾ ഡബിളാണ്. ഇതിന് കൊടുക്കുന്നത് കിഫ്ബിയുടെ സ്ഥാനത്തിരിക്കുന്നതിന് ഇതിനും കൂടെ 6 ലക്ഷം രൂപയാണ് മാസം ശമ്പളം. ഇതെന്തോ കാണാൻ കാണിക്കുമോ ഇങ്ങനെ ഒരാൾ, വേറെ ആരുമില്ലാത്ത പോലെ? കാരണം ഇയാളെ തന്നെ അവിടെ വെക്കണം. കാരണം അത് അയാൾ അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അയാളെ തന്നെ അവിടെ വെക്കണം. കാരണം അങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത് നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രിക്ക്. കാരണം ഇങ്ങനെ ഇവരെല്ലാം കൂടെ ഉള്ള ഒരു ഏകോപനം, ഒരാളുങ്കൽ PWD, മുഖ്യമന്ത്രി, ഇതൊക്കെയാണ്, ഇതെല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരു ഏകോപനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവിടെ ഇതേപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെ വേണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിട്ട് ഈ അന്വേഷണം ഓർഡർ ചെയ്തിട്ടും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സ്ഥാനം ഒന്നുമില്ല, പോകുന്നില്ലല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഈ അയാൾക്ക് പറ്റിയ ഒരു ഗതികേടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഈ സ്ഥാനം ഏറ്റെടുത്തത്. കാര്യം ഇതിന് മുമ്പ് ഒരാളിരുന്ന് ഇതേപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരെ അകത്തായിരുന്നു ഒരുപാട് നാൾ കേട്ടോ, ഗോതമ്പുണ്ടയൊക്കെ തിന്ന് ആരോഗ്യം മെച്ചപ്പെടുത്തി അവിടെ കിടക്കുകയായിരുന്നു. അതേപോലെ ഇപ്പോൾ ഇനി ഇത് ഈ ആളിനും സംഭവിക്കും വലിയ താമസമില്ലാതെ. അപ്പോൾ അത് നല്ലതെന്ന് പറയുന്നത്, ഇപ്പോൾ കേസ് എൻ്റെ പേരിലുള്ളതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറയാണ്. അയാൾ ഇറങ്ങിപ്പോകാൻ തയ്യാറല്ല. കാരണം മാസം 6 ലക്ഷം രൂപ കിട്ടുന്ന ഈ വീരന് അത് അത്രയും കിട്ടണ്ടേ? അപ്പോൾ അത് കിട്ടുമ്പോൾ അത് ഉപേക്ഷിച്ച് പോകാൻ അയാൾ തയ്യാറാവത്തില്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ 25,93,00,000 രൂപ അങ്ങോട്ട് അനുവദിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്ന് ഉത്തരവിറങ്ങി, കഴിഞ്ഞ 22-ാം തീയതിയാണെന്നാണ് ഉത്തരവിറങ്ങിയെന്ന എൻ്റെ ഓർമ്മ. ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ ഈ ചിരിക്കുന്ന പടം ഉണ്ടല്ലോ, അത് മുഖ്യമന്ത്രിയുടെ മാത്രമാക്കരുത്, ചീഫ് മിനിസ്റ്റർ ശ്രദ്ധിക്കണം. എല്ലാ മന്ത്രിമാരുടെയും ചിരിക്കുന്ന മുഖങ്ങൾ വേണം കേട്ടോ. കാരണം അത്രത്തോളം ആണ് കേരളത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയേക്കുന്ന നേട്ടങ്ങളെന്ന് പറയുന്നത്, അത്രയാണ് കേട്ടോ. ഇവിടെ ആനയൊട്ടി കൊല്ലുന്ന ആളുകളെ കേട്ടോ, അതിന് എന്തെങ്കിലും ഒരു നടപടി വന്യജീവികളുടെ ആ ആക്രമണത്തിൽ നിന്ന് ഈ പാവങ്ങളെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ കരിമണൽ ഖനനം നടക്കാൻ പോവാണ് കേട്ടോ. അത് ആ ഖനനം നടക്കുമ്പോൾ, അതായത് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അതിനെ നിങ്ങൾക്ക് എതിർക്കാനുള്ള കഴിവില്ല. കാരണം നിങ്ങൾക്ക് വേറെ അജണ്ടകളുണ്ട് നിങ്ങളുടേതായിട്ടുള്ളത്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ അടുത്ത് പിടിക്കാനൊക്കത്തില്ല, മാർഗമില്ല. സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ ശരിയായ നടപടിയെടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അതിന് കേസിന് വരെ പോകേണ്ടതാണ്. ആ രീതിയിൽ ചെയ്യണം. കാരണം ഇങ്ങനെ ഇതുപോലുള്ള നടപടികൾ എടുക്കുന്നതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ നിന്ന് താമസിക്കാൻ പിന്നെ പറ്റുമോ? കടലിൽ മണൽ ഖനനം നടക്കാൻ പോവാണ്. നടത്തി കഴിഞ്ഞാൽ മത്സ്യസമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടും. ആ പാവങ്ങൾ എങ്ങനെ ജീവിക്കും? അതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നുണ്ടോ? ഒന്നുമില്ല. പിന്നെ പോട്ടെ, ക്ഷേമ പദ്ധതികൾ എല്ലാം മുടങ്ങിപ്പോയില്ലേ? എന്തിന്? ഈ ക്ഷേമ പെൻഷൻ അതുപോലും കുടിശ്ശികയല്ലേ? അത് കൊടുക്കാൻ മാർഗമുണ്ടോ? അതുമായിട്ട് പിച്ചച്ചട്ടിയിൽ ആയിട്ട് റോഡിൽ ആളിരിക്കുമ്പോഴാണ്, അതുപോലെ ഈ തെരുവിൽ ഈ സഹോദരിമാർ കിടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ 25,93,00,000 രൂപ എടുത്ത് നശിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ആർക്ക് കാണാനാണ് ഈ ധൂർത്ത്? ആരെ കാണിക്കാനാണ്? നിങ്ങളെ ആർക്കും അറിയാൻ വയ്യാത്തതൊന്നും അല്ലല്ലോ. അവൻ്റെ പ്രവൃത്തികളിലൂടെയാണ് വലുതാവേണ്ടത്. അങ്ങനെ കാണിച്ചെന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിരുന്നല്ലോ, ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം മരിച്ചപ്പോൾ ഇതുപോലെ ഇങ്ങനൊരു ജനപ്രളയം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. ആളുകൾ തിരിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹം, അതാണ് അത്. ഇനി ഞാൻ പറഞ്ഞത് ഈ ഒരു രാഷ്ട്രീയക്കാരും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും കുഴപ്പക്കാരേ ഉള്ളൂ. കാരണം ഇന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സേവനമല്ല, ഇപ്പോൾ അതൊരു ജോലിയാണ്. അതാണ് പ്രശ്നം. സേവനം മാറി അത് ജോലിയായി മാറി, ശമ്പളത്തോടു കൂടിയുള്ള ജോലിയാവുമ്പോൾ അതിനകത്ത് ഒരുപാട് അഴിമതികൾ കടന്നുകൂടും. ഞാൻ ഒരു നേതാവും നല്ലതെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ഒരു രാഷ്ട്രീയക്കാരും നല്ലതാണ്, സംക്ഷിപ്തമായ പ്രവർത്തനം നടത്തുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വളരെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്ന ഒരു കാലത്ത്. ഇപ്പം നമുക്കതൊന്നും കേൾക്കാനില്ല. ഏതായാലും നിങ്ങളുടെ ഈ മുഖമുണ്ടല്ലോ, അത് നിർബന്ധമാണ് കാണിക്കണം. ഈ ചിരിക്കുന്ന മുഖത്തോടു കൂടിയുള്ള ഇത്രയും വലിയ പടുകൂറ്റൻ ഹോർഡിങ്സ് വരുമ്പോൾ അതിൽ നോക്കിയിരുന്ന ആളുകളെ വയറിറങ്ങി കേട്ടോ. ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട, അവർക്ക് ഇതിൽ നോക്കിയിരുന്നാൽ മതി, അവർക്ക് നിറഞ്ഞോളും, വയറ് നിറഞ്ഞോളും, വേറെ ഒരു പ്രശ്നവുമില്ല. ആശുപത്രി മരുന്ന് വേണ്ട, ഇത് കണ്ടാൽ മതി, ഈ ഒരു ബോർഡ് കാണിച്ചാൽ മതി, മരുന്ന് എല്ലാവരുടെയും അസുഖം മാറിക്കിട്ടും. കാരണം അത്രത്തോളം ഉള്ള നിങ്ങളുടെ മുഖമൊക്കെ അങ്ങനെ കണ്ട് ആളുകളുടെ മനസ്സിലിങ്ങനെ നിൽക്കണ്ടേ. അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള വോട്ടിന് വേണ്ടിയായിരിക്കും ഈ പണിയെല്ലാം ചെയ്യുന്നത്. അതിനിതല്ല ചെയ്യേണ്ടത്.
നിങ്ങൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അത് എന്തെങ്കിലും ഒരു നല്ല ഒരു കാര്യം ചെയ്തോളൂ. ഇതുപോലെ ഈ ആശുപത്രി മരുന്ന് ആദ്യം എത്തിക്ക്. ഈ 25 കോടി രൂപ അതിനെടുത്ത് മുടക്ക്. അല്ലാതെ ഇതുപോലെ നിങ്ങളുടെ പടം കാണിക്കാനല്ല. ഒരുപാട് രോഗികൾ, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, നിവൃത്തിയില്ലാത്തവർ. അവർക്ക് മരുന്നില്ല. കാരുണ്യ പദ്ധതി മുഴുവൻ മുടങ്ങി. അതുപോലുള്ള എല്ലാം, ക്ഷേമ പെൻഷൻ ഒന്നുമില്ല. മത്സ്യത്തൊഴിലാളികളുടെ കാര്യം കഷ്ടം. ഏത് മേഖലയിലാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ജനങ്ങൾക്ക്? നിങ്ങൾക്ക് നേട്ടം ഉണ്ടായെന്നുള്ളതല്ല ഞാൻ ചോദിച്ചേ, അത് വേറെ കാര്യം. ജനങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് വേണം നിങ്ങൾ പറയാൻ. അല്ലാതെ ഇത്ര പേർക്ക് ഞങ്ങൾ ഇന്നത് വെച്ചു കൊടുത്തു, ഇന്നത് എന്നൊക്കെ അല്ല പറയേണ്ടത്. പണ്ട് ഞാൻ ഈ ഊരാളുങ്കലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് 35 ലക്ഷം രൂപയായിരുന്നു ഈ വയനാട്ടിൽ വീട് വെക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ അത് പ്രതികരിച്ചു. കാരണം ലൈഫ് മിഷന് നിങ്ങൾ 800 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വെക്കുന്നതിന് 4 ലക്ഷം രൂപയാണ് കണക്ക്. അത് മതി, അതിൽ താമസിക്കാം, ഒരു കുഴപ്പമില്ല. മറ്റേത് 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നതിന് 35 ലക്ഷം രൂപ. അവസാനം ഏതായാലും അത്ര അടിച്ചു മാറ്റുന്നത് ഇച്ചിരി മോശമാണെന്ന് തന്നെത്താൻ ഒരു ഉൾപ്പ് തോന്നിയോണ്ടായിരിക്കും ഏതായാലും ഊരാളുങ്കലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ 35 നേരെ വെട്ടിക്കുറച്ച് 25 ആക്കി. ഈ 35 അവർ ചോദിച്ച് 35 എങ്ങനെ 25 ആയി? ഈ 25 പോലും വേണ്ട, 25 ലക്ഷം രൂപ പോലും വേണ്ട. ഇത്രയും ലാർജ് സ്കെയിലിൽ ഇതേപോലുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ സംഘടിപ്പിച്ച് വെക്കുമ്പോൾ ഒരു 15 ലക്ഷം രൂപയ്ക്ക് താഴെ നിൽക്കും ആ ഒരു വീടിന്റെ നിർമ്മാണം. എന്നാലും അത് ഊരാളുങ്കലിലേക്ക് കൊടുക്കാവൂ. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ, കാരണം PWD എന്ന് പറയുന്നത് മാറി ഊരാളുങ്കലായി. ഇപ്പൊ ഇല്ല, PWD വകുപ്പില്ല. ഏതായാലും ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പട്ടിണി കിടക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അവരുടെ നികുതി പണം എടുത്ത് ഇതുപോലെ നിങ്ങളുടെ മുഖം മിനുക്കാൻ ഉപയോഗിക്കരുത്. നിങ്ങളൊക്കെ എല്ലാവരും ഫേഷ്യലും ഒക്കെ ചെയ്ത് വലിയ പടമൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാലേ അത് നോക്കിയിട്ട് ഇവിടെ പാവപ്പെട്ടവൻ്റെ വയറ് നിറയത്തില്ല. നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഈ മുണ്ട് മുറുക്കി കൊടുക്കുന്നതാണോ ഈ കാണിക്കുന്നത്? ഈ 25 കോടി 93 ലക്ഷം രൂപ എടുത്ത് ചിലവാക്കുന്നത്? 25 കോടി 93 അല്ല 91 ലക്ഷമാണ് പറഞ്ഞതിൽ. ഈ 2 ലക്ഷം രൂപ കൂടിപ്പോയി കേട്ടോ, ക്ഷമിക്കുക. ഏതായാലും ഇത്രയും പൈസ, അതിൽ 15 കോടി 63 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ പടമൊക്കെ ഓടിച്ചിട്ട്, ഇത് ഈ നാട്ടിൽ കേൾവി എന്തെങ്കിലും ഉള്ള കാര്യമാണോ ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അഴിമതിയും വഞ്ചനയുമാണ്. ഒരു ക്ഷേമ പ്രവർത്തനത്തിനും പണം മുടക്കാനില്ല നിങ്ങളുടെ കയ്യിൽ. മരുന്ന്, ജീവൻ നിലനിർത്താൻ ആവശ്യമായി മരുന്ന് വാങ്ങിക്കാൻ ആളുകൾക്ക് മാർഗമില്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഒരുപാട് ആളുകൾ കേട്ടോ. ഇതൊക്കെ ഉള്ള ഈ നാട്ടിൽ ആണ് ഈ പണി ചെയ്യുന്നത്. ഇതുപോലെ ധൂർത്ത്, അഴിമതിയും ധൂർത്തുമാണ് ഇത്, ഒരു സംശയമില്ല. ഇതൊന്നും ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പേര് തയ്യാറാവുന്നില്ല. കാരണം എന്തെന്നറിയോ? പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അങ്ങനെ ഒരുപാട് പേര് തയ്യാറാവത്തില്ല. അതിൻ്റെ കാരണം നിങ്ങളുടെ പരസ്യം അവർക്ക് ആവശ്യമാണ്, മാധ്യമങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഉടനെ ഇത് ഒരുപാട് പേരും ഇത് പുറത്താക്കാൻ ശ്രമിക്കത്തില്ല. ഇത് തിരിച്ചറിയണം, ജനങ്ങൾ മനസ്സിലാക്കണം, അറിഞ്ഞിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം. ഈ രീതിയിൽ ഉള്ള ധൂർത്ത് നടത്തുന്നതിനെതിരെ പ്രതികരിക്കുക. നിങ്ങൾ പടം വെച്ചല്ല നിങ്ങൾ വലുതാവേണ്ടത്. ഫ്ലെക്സിലൂടെയാണല്ലോ ഇന്ന് നേതാക്കൾ ഉണ്ടാവുന്നത്. അങ്ങനെ ആകരുത് നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകണം. ഈ പണം നിങ്ങളിങ്ങനെ ചെലവാക്കരുത്, അത് ശരിയല്ല. KSRTC പോലും അതിൻ്റെ പരസ്യം കൊടുക്കുന്നതിന് 1 കോടി രൂപയാണ്. ഈ രീതിയിലാണ് പോകുന്നത്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ആഹാരം, ഫുഡ്, അത് വേണമല്ലോ. ഫുഡടിക്കാനായിട്ട് 43 ലക്ഷം രൂപ അതിനും വകയിരുത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കെങ്കേമമായിട്ട് നടത്തണം. നടത്തി കഴിഞ്ഞാൽ ഈ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരും. ഒരു കുഴപ്പം പിന്നെ ഇവിടെ കാണത്തില്ല. ഈ തീരുമാനം പുനഃപരിശോധിക്കണം നിർബന്ധമായിട്ട്.